ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് ബൈ G.K. ചെസ്റ്റർട്ടൺ. G.K. ചെസ്റ്റർട്ടൺ ഒരു ഇംഗ്ലീഷ് ഓഥറും ലിറ്റററി സോഷ്യൽ ക്രിട്ടിക്കും അതുപോലെ പ്ലേ റൈറ്റും ഒരു ചരിത്രകാരനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് 80ഓളം ബുക്കുകളുണ്ട്. നൂറുകണക്കിന് കവിതകളും ഷോർട്ട് സ്റ്റോറീസുമുണ്ട്. 4000ഓളം എസ്സേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ധാരാളം നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ ചിന്തകനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് എന്ന ഈ എസ്സേയിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമുക്ക് ധാരാളം ഇൻകൺവീനിയൻസ്, അസൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ അസൗകര്യങ്ങളെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി മനോഹരവും ഈസിയുമായി മാറും. അതേസമയം തന്നെ പ്രായമായവരെ അപേക്ഷിച്ച് കുട്ടികളിൽ ഈ അസൗകര്യങ്ങളൊന്നും അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാറില്ല. അവരതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ വളരെ മനോഹരവും ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബസ്സിന് വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇലക്ട്രിസിറ്റി ഇല്ലാത്തത്, ഇതൊക്കെ നമുക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം ഇതൊന്നും കുട്ടികൾക്ക് അത്ര അവരത് വലിയ കാര്യമായിട്ട് കണക്കാക്കാറില്ല. ആ കുറച്ചും കൂടി സമയം എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നെങ്കിൽ അവർ ആ സമയത്ത് കളിക്കുകയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള കൗതുകമുള്ള വസ്തുക്കൾ നോക്കിക്കാണുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഡെയിലി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അസൗകര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ഈ എസ്സേയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് എസ്സേയിലേക്ക് കിടക്കാം. അദ്ദേഹം ലണ്ടൻ നഗരത്തിൽ ഇല്ലാത്ത ഒരു സമയത്ത് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് അദ്ദേഹം അറിഞ്ഞു. ആ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ആണ് ബാറ്റർസീ എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ ബാറ്റർസീയിലും മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ടു അവിടെ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ചെസ്റ്റർട്ടന്റെ അഭിപ്രായത്തിൽ ഓൾറെഡി വളരെ മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യവാസമുള്ള ഒരു പ്രദേശമാണ്. ആ മനോഹാരിതയുടെ കൂടെ ഈ വെള്ളത്തിന്റെ അഡീഷണൽ ലെയേഴ്സ്, അതായത് വെള്ളം കൂടി വന്നപ്പോൾ മനോഹരമായി കാണും എന്ന് അദ്ദേഹം മറ്റൊരു സ്ഥലത്തിരുന്ന് വിചാരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലെ എല്ലാവർക്കും ആ വെള്ളപ്പൊക്കം അത്ര ആസ്വദിക്കാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹം ഇപ്പോൾ ബാറ്റർസിയെ കാണുന്നത് ഒരു വെനീസ് ആയിട്ടാണ്. വെനീസ് എന്ന നഗരം നമുക്കറിയാം, ഇറ്റലിയിലെ ഒരു നഗരമാണ്. അത് വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അവിടെ റോഡുകളൊന്നുമില്ല, കനാലുകൾ മാത്രമാണ് ഉള്ളത്. വെനീസിലെ മനുഷ്യർ എപ്പോഴും കനാലുകളെയാണ് യാത്രയ്ക്കായിട്ടും ആശ്രയിക്കുന്നത്. അവർ ബോട്ടുകളിലും വള്ളങ്ങളിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതുപോലൊരു സ്ഥലമായി കാണും ഇപ്പോൾ ബാറ്റർസീയും എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അദ്ദേഹം വിചാരിക്കുകയാണ്, ബാറ്റർസീയിലെ ഒരു ബോട്ടാണ് ഗൊണ്ടോള. ആ ഗൊണ്ടോളയിലായിരിക്കും ഇപ്പോൾ അവിടുത്തെ ഇറച്ചി വെട്ടുകാരൻ ഇറച്ചിയുമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അതുപോലെ ഗ്രീൻ ഗ്രോസർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നയാൾ, അയാളും തൻ്റെ ക്യാബേജും ഒക്കെ ആയിട്ട് ഈ ഗൊണ്ടോളയിൽ ഇങ്ങനെ തുഴഞ്ഞ് വരുന്നുണ്ടാവുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ഒരു ഐലൻഡ്, ഒരു ദ്വീപിനെ പോലെ വളരെ മനോഹരമായ മറ്റൊന്നില്ല എന്നാണ് ചെസ്റ്റർട്ടൺ കരുതുന്നത്. ഇതിപ്പോൾ ഒരു ഐലൻഡ് അല്ല, ഒരു ഐലൻഡിന്റെ ഒരു കൂട്ടമായിട്ട് ഈ ലണ്ടൻ മാറിയിട്ടുണ്ടാവാം. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ഞാൻ അവിടെ ഇല്ലല്ലോ എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് പാരഗ്രാഫാണ്. സെക്കൻഡ് പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നു, ഒരു ഫയറോ ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ ഒരു ഫ്ലഡോ എന്നും അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യൂസിലൂടെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. സാധാരണ മനുഷ്യർക്ക് അതിനകത്തൊന്നും അത്ര സൗന്ദര്യമൊന്നും കാണാൻ പറ്റില്ല. അതേസമയം ഇത്തരത്തിലുള്ള അൺകൺവീനിയൻസിനെ നമുക്ക് റൊമാൻറ്റിക് വ്യൂയിലൂടെ കാണാൻ കഴിയും, നമ്മൾ ശ്രമിച്ചാൽ എന്ന് ചെസ്റ്റർട്ടൺ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസി, ട്രൂ ഒപ്റ്റിമിസ്റ്റ് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമുള്ളയാൾ, എല്ലാവരും നല്ലത് സംഭവിക്കും, നാളെ നല്ലത് വരും എന്ന പ്രതീക്ഷയുള്ളയാളാണ് ശുഭാപ്തി വിശ്വാസക്കാരൻ. അപ്പം അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ഒരു എൻജോയ്മെന്റിനുള്ള ഒരു അവസരമായിട്ട്, അതായത് മനോഹരമായ ഒരു കാഴ്ച കാണാനുള്ള ഒരു അവസരമായിട്ട് ഈ വെള്ളപ്പൊക്കത്തിനെയും തീയെയും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ അദ്ദേഹം പറയുന്നു, എന്നാൽ ഓർഡിനറി ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ടാക്സ് കൊടുത്ത് ഡിസാറ്റിസ്ഫാക്ഷനുള്ള, അതായത് ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു മനുഷ്യന്, ഒരു സാധാരണ ഒരു ടാക്സ് പെയർക്ക്, സാധാരണ ഒരു നികുതിയൊക്കെ കൊടുത്ത് ജീവിച്ച് അതിൽ വലിയ തൃപ്തിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തെ പറ്റി സദാസമയം കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു അവസരവും ആണ്. അതേസമയം ഒരു ശുഭാപ്തി വിശ്വാസക്കാരന് അത് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരു അവസരവും കൂടി ആണ്. റിയൽ പെയിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെസ്റ്റർട്ടൺ തുടർന്ന് പറയുകയാണ്, റിയൽ പെയിൻ, അതായത് ശരിയായ വേദന എന്ന് പറയുന്ന തീപിടുത്തമോ
അതായത് സ്മിത്ത് ഫീൽഡിലെ തീപിടുത്തം എന്നിവിടെ പറയുന്നുണ്ട്. സ്മിത്ത് ഫീൽഡ് ലണ്ടനിലെ ഒരു പ്ലേസ് ആണ്. അവിടെ വർഷങ്ങളോളം, പണ്ട് കാലത്ത് വർഷങ്ങളോളം പബ്ലിക്കായിട്ട് ആൾക്കാരെ കൊല്ലുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് കുറ്റവാളികളെയൊക്കെ ശിക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ചിലപ്പോൾ ഹാങ് ചെയ്യും മനുഷ്യനെ, അല്ലെങ്കിൽ ബേൺ ചെയ്യും. അപ്പൊ അവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ പല്ലുവേദനയോ അതൊക്കെ യഥാർത്ഥ വേദനയാണെന്ന് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നു. എന്നാൽ അതിനെ പോലും ചില സമയങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. പിന്നീട് അടുത്ത സെന്റൻസിൽ അദ്ദേഹം പറയുന്നു, നമുക്ക് ഈ സ്മിത്ത് ഫീൽഡിലെ തീപിടുത്തം എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രമുള്ളതാണ്. അതുപോലെ പല്ലുവേദനയ്ക്ക് നമുക്കൊരു എക്സെപ്ഷൻ കൊടുക്കാം, അതും വല്ലപ്പോഴും മാത്രമേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതൊഴികെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് എല്ലാ ഇൻകൺവീനിയൻസും നമുക്ക് കൺവീനിയൻസ് ആയിട്ട് അല്ലെങ്കിൽ അസൗകര്യങ്ങളെ സൗകര്യങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, മുതിർന്ന ആൾക്കാരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തേണ്ടി വന്ന് നിൽക്കുന്നതിനെ പറ്റി നമ്മളോട് കംപ്ലൈന്റ് പറയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൊച്ചുകുട്ടി കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് സമയം റെയിൽവേ സ്റ്റേഷനിൽ ബോറടിച്ചിരുന്നു, അങ്ങനെയൊന്നും ഒരു കുട്ടികൾ പറയാറില്ല. അപ്പം ചെസ്റ്റേട്ടൻ തുടർന്ന് പറയുകയാണ്, അവരെ സംബന്ധിച്ച് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ധാരാളം അത്ഭുതങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒരു കൂടാരമാണ്. അവിടുത്തെ ചുവപ്പും പച്ചയും ലൈറ്റൊക്കെ അവർക്ക് ന്യൂ സണ്ണും ന്യൂ മൂണും ഒക്കെ ആയിട്ടായിരിക്കാം അനുഭവപ്പെടുക. അതെല്ലാം അവർക്ക് ഒരു വണ്ടേഴ്സ് ആണ്. അതുപോലെ അവിടുത്തെ ഓരോ കാര്യവും അവരവിടെ വളരെ ആസ്വദിച്ച് നടക്കും. ഈ കാര്യത്തിൽ, അതായത് ട്രെയിൻ കാത്തിരിക്കുന്ന ഈ കാര്യത്തിൽ ചെസ്റ്റേർട്ടനും ഒരു ലിറ്റിൽ ബോയ് തന്നെയായിരുന്നു. അതായത് അദ്ദേഹത്തിനും അതൊരിക്കലും മടുപ്പുളവാക്കുന്ന ഒരു കാര്യം അല്ലായിരുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, they also serve who only stand and wait for the 2:15. അപ്പം they also serve who only stand and wait. അതെന്ന് പറയുന്നത് ജോൺ മിൽട്ടൺ എന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് കവിയുടെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന പോയത്തിലെ ഒരു ലൈനാണ്. അതായത് വളരെ ക്ഷമാപൂർവ്വം കാത്തു നിൽക്കുന്നവർ ആരാണോ അവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നൊരു ലൈൻ ആ പോയത്തിലുണ്ട്. ആ ലൈനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റേർട്ടനും ഒരു കുട്ടിയുടെ സ്വഭാവത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ വളരെയധികം സമയം ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. അത് ആ സമയങ്ങളൊക്കെ അദ്ദേഹം മെഡിറ്റേഷൻസിന് അല്ലെങ്കിൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള തിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന് ധാരാളം ചിന്തകളിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ പ്രയോജനകരമായ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റർസിയിലെ ഹോം ടൗൺ ആയ ബാറ്റർസിയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ക്ലഫം ജംഗ്ഷൻ. ആ ക്ലഫം ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ധാരാളം വളരെ റിച്ചും വാല്യുബിളും ആയിട്ടുള്ള ടൈം, വളരെ മൂല്യവത്തായ സമയങ്ങൾ അദ്ദേഹം ക്ലഫം ജംഗ്ഷനിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇവിടെ പർപ്പിൾ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം റിച്ച് ആൻഡ് വാല്യുബിൾ എന്നാണ്. വളരെ വിലപ്പെട്ട, വളരെ മൂല്യമുള്ള എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂല്യമുള്ള വളരെ വിലപ്പെട്ട സമയം അദ്ദേഹം ക്ലഫം ജംഗ്ഷനിൽ ചിന്തകൾക്കായിട്ടും മറ്റു പ്രയോജനപ്രദമായ കാര്യങ്ങൾക്കായിട്ടും ചെലവിട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ധാരാളം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവിട്ട ആ ക്ലഫം ജംഗ്ഷനും ഇപ്പൊ വെള്ളത്തിലായിരിക്കുമല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. പിന്നീട് പറയുകയാണ്, ഇതെല്ലാം നമ്മുടെ എല്ലാം ഈ ഇൻകൺവീനിയൻസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മൂഡിനെ ആശ്രയിച്ചിരിക്കും. അതായത് നമ്മുടെ ഉള്ളിൽ ദുഃഖമാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം അങ്ങനെ ആയിരിക്കില്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തരുടെ ഉള്ളിലെ ഒരു ഇമോഷനാണ് നമ്മുടെ പുറത്തെ കാഴ്ചകളിലും നമ്മൾ കാണുന്നത്. നമുക്ക് സന്തോഷമാണെങ്കിൽ ചുറ്റുപാടും എല്ലാം നമ്മൾ സന്തോഷമുള്ള വസ്തുക്കൾ കാണും. അപ്പൊ എല്ലാ സിറ്റുവേഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ആ ഒരു മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിനനുസരിച്ചാണ് നമ്മുടെ ഇൻകൺവീനിയൻസ്. അതായത് നമുക്കൊട്ടും ഒരു സമാധാനം ഉള്ളിലില്ലാത്തപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം വളരെ ഡിസ്റ്റർബൻസ് ആണ്. എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങ് ദേഷ്യം പിടിക്കും. അതേസമയം നമ്മൾ വളരെ സന്തോഷവാന്മാരും വളരെ ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ ഏത് ഇൻകൺവീനിയൻസിനെയും നമ്മൾ വളരെ പതുക്കെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി എല്ലാ കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ എസ്സേയിലൂടെ പറയുന്നത്. ഇനി അദ്ദേഹം അടുത്ത ഇൻസ്റ്റൻസ് പറയുകയാണ്. അതായത് ചില ആൾക്കാരുടെ തലയിൽ നിന്ന് തൊപ്പി പറന്നു പൊങ്ങാറുണ്ട് കാറ്റത്ത്. ആ സമയത്ത് അവർ ആ തൊപ്പിക്ക് പുറകെ പോകണം അല്ലെങ്കിൽ ആ തൊപ്പി എടുക്കണം എന്ന് ചിന്തിക്കാറില്ല. കാരണം അത് അവർക്ക് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ഒരു ആയിട്ടാണ് തോന്നുന്നത്. അതായത് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കോമിക് സിറ്റുവേഷൻ ആയിട്ട് അവർ കരുതും. ചുറ്റുമുള്ള ആൾക്കാർ തന്നെ പറ്റി കോമഡി വിചാരിക്കുമോ എന്ന് വിചാരിച്ച് ആ തൊപ്പി എടുക്കാൻ അവർ പോവാറില്ല.
നമുക്കറിയാം യൂറോപ്പിലൊക്കെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് തൊപ്പിയൊക്കെ എപ്പോഴും അവർ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ കാറ്റുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറന്നു പോകും. അപ്പൊ അത് പിടിക്കാനായിട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓതർ പറയുന്നു, ഈ തൊപ്പി പിടിക്കാൻ മടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ദൂരം പോയി ആ തൊപ്പി ഒന്ന് എടുത്തുകൊണ്ട് വരാൻ മടിയുള്ള ആൾക്കാർ, അതേ ആൾക്കാർ തന്നെ ചിലപ്പം സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ പങ്കെടുത്ത് വളരെയേറെ ദൂരം ഓടാറുണ്ട്. അതല്ലെങ്കിൽ ഒരു ചെറിയ ബോളിന് വേണ്ടിയിട്ട് കുറേ ദൂരം സ്പോർട്സിൽ ഓടും. അതേസമയം ഒരു സിൽക്കിന്റെ ഒരു തൊപ്പിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പോലും അതെടുക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ കോമഡിയാണ്, അല്ലെങ്കിൽ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, മാൻ എന്ന് പറയുന്നതിന് വെരി കോമിക് ക്രിയേച്ചർ ആണ്. മാൻ ഈസ് എ വെരി കോമിക് ക്രിയേച്ചർ ആൻഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഹി ഡസ് ആർ കോമിക്. ഈറ്റിംഗ്, അതായത് മനുഷ്യനും ഒരു കോമിക് ക്രിയേച്ചർ ആണ്. അതുപോലെ മനുഷ്യന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും കോമിക് ആയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഈറ്റിങ്. അതുപോലെ തന്നെ ഒരാള് സ്നേഹത്തിന് വേണ്ടി മറ്റൊരാളുടെ പുറകെ പോകുന്നത്, അതും ഒരു കോമിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇവിടെ ഓതർ പറയുന്നത്. എ മാൻ റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ് ഈസ് നോട്ട് ഹാഫ് സോ റിഡിക്കുലസ് ആസ് എ മാൻ റണ്ണിങ് ആഫ്റ്റർ എ വൈഫ്. ഒരു ഹസ്ബൻഡ് വൈഫിന്റെ പുറകെ ഓടുന്നതിന്റെ അത്രയൊന്നും കോമിക് അല്ല ഒരു തൊപ്പിയുടെ പുറകെ അയാള് ഓടുന്നത്. അതുകൊണ്ട് അതൊക്കെ നമുക്കൊരു ഇൻകൺവീനിയൻസ് ആയിട്ട് തോന്നാതെ അതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. ഒരു തൊപ്പി പോയാൽ അതൊക്കെ എടുക്കണം, നല്ല മനസ്സോടെ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ തുടർന്ന് പറയുകയാണ്, അപ്പോൾ ഒരു മനുഷ്യന് ഒരു തൊപ്പിയുടെ പുറകെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള എന്തൂസിയാസത്തോടെ, വളരെ ഉലർദിച്ച ഉത്സാഹത്തോടെയും വളരെ സന്തോഷത്തോടെയും പോകാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സന്തോഷവാനായിരിക്കും. അദ്ദേഹത്തിന് ഒരു വൈൽഡ് ആയിട്ടുള്ള ആനിമലിനെ പുറകെ അദ്ദേഹം ചേസ് ചെയ്ത് പിടിക്കുന്നത് പോലെയൊക്കെ ഭാവനയിൽ വിചാരിക്കാം. എന്നിട്ട് ചെസ്റ്റർട്ടൺ പറയുന്നു, അങ്ങനെ ഒരു വന്യമൃഗങ്ങളും ഇല്ല, മൃഗങ്ങളൊന്നും വന്യമല്ല എന്ന് പറയുന്നു. പിന്നീട് പറയുകയാണ്, ഇത് ഭാവിയിൽ വേണമെങ്കിൽ ഒരു സ്പോർട്സ് ഐറ്റം ആയിട്ട് മാറ്റിയെടുക്കാം. ഈ ഹാറ്റ് ഹണ്ടിങ്, അതായത് കുറച്ച് അവരുടെ അറ്റൻഡൻസ് ഒക്കെ വന്നിട്ട് ഈ ഹാറ്റ് വളരെ കാറ്റുള്ള ഒരു ദിവസം ഇതിങ്ങനെ എവിടെയെങ്കിലും വെക്കുന്നു, അതിന് പുറകെ ആൾക്കാർ വളരെ സന്തോഷത്തോടെ പോകുന്നു. അങ്ങനെ ഇത് ഭാവിയിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗെയിം ആയിട്ട് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അങ്ങനെ അവർക്ക് യാതൊരു നാണക്കേടും വിചാരിക്കാതെ വളരെ ഉള്ളിൽ നിന്ന് വരുന്ന വളരെ സന്തോഷമായിട്ട് ഇത് ചെയ്ത് തീർക്കാം. അങ്ങനെ ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടുമുട്ടി ഹൈഡേ പാർക്കിൽ. ലാസ്റ്റ് ടൈം ചെസ്റ്റർട്ടൺ കണ്ടുമുട്ടിയ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഹൈഡേ പാർക്കിൽ വെച്ച് തൻ്റെ തൊപ്പി പോയപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് അതിൻ്റെ പിറകെ ഓടി ചെന്നത് എടുത്ത് പിടിച്ചു. അപ്പോൾ ആ സമയത്ത് ചെസ്റ്റർട്ടൺ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സും അതുപോലെ നിങ്ങളുടെ ആ മുഖത്തെ പ്ലഷറും ഒക്കെ മറ്റുള്ളവർക്ക്, ആ കൂടി നിന്ന ക്രൗഡിന് കുറച്ച് സമയത്തേക്കെങ്കിലും വളരെ നല്ല സന്തോഷം നൽകി. ഇനി അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈ തൊപ്പി എടുക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ പല കാര്യങ്ങളും അസൗകര്യങ്ങളുള്ളതൊക്കെ നമുക്ക് സൗകര്യങ്ങളായിട്ട് ചെയ്യാം, നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രിൻസിപ്പിള് നമ്മുടെ ഡെയിലി ലൈഫിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചില മനുഷ്യർക്ക് പാലിനകത്ത് വീണ ഒരു ഈച്ചയെ നമ്മൾ എടുത്തു കളയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വൈൻ കുപ്പി തുറക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കോർക്ക് അതിനകത്തേക്ക് പോകും. അതൊക്കെ വളരെ അസംതൃപ്തി നൽകുന്ന സന്ദർഭങ്ങളാണ്. പക്ഷെ അതൊക്കെ വളരെ സന്തോഷത്തോടെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മുറുമുറുപ്പില്ലാതെ കുറ്റം പറച്ചിലുകൾ ഇല്ലാതെ ഇങ്ങനെ ഓരോരോ ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഓരോ ദിവസവും വളരെ മനോഹരമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം ചെറിയ കാര്യങ്ങളിലൊന്നും ഇറിറ്റേറ്റഡ് ആവേണ്ട കാര്യം ഇല്ല. അപ്പൊ അങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നവര് ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഒരു മീൻ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അവർ എത്രമാത്രം നേരം വളരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസംതൃപ്തിയുള്ളവർ ഇതിലും ക്ഷമയോടെ ചെയ്യേണ്ട ജോലികളെ പറ്റി ഓർക്കുക. അപ്പൊ ഇവിടെ ചെസ്റ്റർട്ടൺ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫ്രണ്ടിനെ പറ്റി ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുറിയിലെ ഒരു ഡ്രോയർ, ഒരു അലമാര തുറക്കുമ്പോൾ എല്ലാ സമയത്തും അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ജാം ആയിട്ടിരിക്കുകയാണ്. ഓരോ സമയവും അത് വലിച്ച് തുറക്കേണ്ടി വരുന്നു. ആ സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വളരെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റർട്ടൺ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നീ ഈ ഡ്രോയർ വലിക്കുമ്പോൾ നീ വിചാരിക്കുക നിനക്ക് കീഴടക്കാനുള്ള ഒരു എനിമിയാണ് തോൽപ്പിക്കുന്നതെന്ന്. അതല്ലെങ്കിൽ നീ ഒരു ലൈഫ് ബോട്ട് തുഴയുകയാണ് എന്ന് വിചാരിക്കുക. അതുമല്ലെങ്കിൽ നിന്റെ ഒരു സുഹൃത്ത്, ഒരു ഫെലോ ക്രിയേച്ചർ
ആൽപ്ലൈൻ അതായത് ഒരു വലിയ പർവ്വതനിരയുടെ വിള്ളലിൽ അല്ലെങ്കിൽ പാറയിടുക്കിൽ പെട്ടുകിടക്കുകയാണ്, അയാളെ വലിച്ചെടുത്തുകൊണ്ട് വരികയാണ് എന്ന് സങ്കല്പിക്കുക. അതുമല്ലെങ്കിൽ നീ വീണ്ടും ഒരു കുട്ടിയായി മാറി, ഒരു ബോയ് ആയി. അതിനുശേഷം ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുള്ള ടഗ് ഓഫ് വാറിൽ നീ പങ്കെടുക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ നിനക്ക് ഈ ഡ്രോയർ വലിക്കുമ്പോൾ ഈ ഇറിറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ചും കൂടി നിനക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞിട്ട് ചെസ്റ്റേട്ടൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനൊന്നും നിന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി പോന്നു. പക്ഷേ ആ പോകുന്ന വഴിയിൽ ചെസ്റ്റേട്ടന് മനസ്സിലായി, അതായത് അദ്ദേഹത്തിന് അറിയാം തൻ്റെ സുഹൃത്ത് താൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇനി ഉറപ്പായിട്ടും ആ ഒരു ഡ്രോയർ തുറക്കുമ്പോൾ അപ്ലൈ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ചെസ്റ്റേട്ടൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. ലാസ്റ്റ് പാരഗ്രാഫിൽ ചെസ്റ്റേട്ടൻ പറയുകയാണ്, ഇത്രയേറെ പറഞ്ഞെങ്കിലും ലണ്ടനിലെ ആ വെള്ളപ്പൊക്കത്തിനെ ആൾക്കാരത്ര സൗന്ദര്യമായിട്ടൊന്നും എടുത്തു കാണില്ല. ചിലർക്കെങ്കിലും അതൊരു അസൗകര്യമായി മാറിയിരിക്കാം. ഇൻകൺവീനിയൻസ് എന്ന് പറയുന്നത് അങ്ങനെയൊന്ന് ഇല്ല, അത് നമ്മളുടെ മാനസികമായിട്ടുള്ള ചിന്തയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, നമ്മൾ വിചാരിച്ചിരിക്കാതെ ആക്സിഡൻ്റലായിട്ട് വരുന്ന കാഴ്ചകളാണ് റൊമാൻറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ ആരും അങ്ങനെ എടുത്തു കാണാറില്ല. ആൻ അഡ്വഞ്ചർ ഈസ് ഓൺലി ആൻ ഇൻകൺവീനിയൻസ് റൈറ്റ്ലി കൺസിഡേർഡ്. ആൻ ഇൻകൺവീനിയൻസ് ഈസ് ഓൺലി ആൻ അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ്. ഇതാണ് ശരിക്കും ഈ ചാപ്റ്ററിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ശരിയായ അല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിൽ കാണുന്ന അസൗകര്യങ്ങളാണ് അഡ്വഞ്ചർ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാഹസികത, അല്ലേ? സാഹസികത എന്ന് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, സാഹസികര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അസൗകര്യങ്ങളാണ്, അല്ലേ? സാഹസികമായിട്ട് ചെയ്യുന്നതാണ് വലിയ പാറയിടുക്കിലൊക്കെ കയറുന്നത്, അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അസൗകര്യങ്ങളാണ്. നമുക്ക് ചെറിയ ഒരു റോഡിൽ പോലും ഒരു 2-3 കല്ല് കിടന്നാൽ നമുക്ക് വളരെ പാടാണ്. അപ്പം ശരിയായ അല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിൽ കാണുന്ന അസൗകര്യങ്ങളാണ് സാഹസികത എന്ന് പറയുന്നത്. അതേസമയം സാഹസികത പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ക്ഷമയോടെ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളെ നമ്മൾ തെറ്റായി വിലയിരുത്തുമ്പോഴാണ് അസൗകര്യങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് സാഹസികതയോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷമയോ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ് അസൗകര്യങ്ങൾ. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മൾ മുറുമുറുപ്പോടെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വന്നു ചേരും. അപ്പോൾ അദ്ദേഹം പറയുന്നു, സാഹസികതയെ എപ്പോഴും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുകയാണെങ്കിൽ അതൊരു അഡ്വഞ്ചറായിട്ട് മാറും. അതേസമയം നമുക്ക് അഡ്വഞ്ചർ പ്രകടിപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്ഷമയില്ല, അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, അത് അസൗകര്യമായിട്ടും മാറും. ഇനി ലാസ്റ്റ് അദ്ദേഹം പറയുന്നു, ഒരു റോമൻ കാത്തലിക് പ്രീസ്റ്റ് പറയുന്നു, വൈൻ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ. പഴയ ഒരു സ്റ്റോറിയിൽ ഒരു റോമൻ കാത്തലിക് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ പറയുന്നതാണ്, വൈൻ വളരെ നല്ലതാണ്, പക്ഷേ അതിലെ വാട്ടർ ഒഴികെ. അതുപോലെ തന്നെ സിമിലർ പ്രിൻസിപ്പിളാണ്, വാട്ടർ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വൈൻ. വാട്ടർ കൊണ്ടുള്ള എല്ലാ ഉപയോഗവും നല്ലതാണ്, പക്ഷെ വൈൻ ഉണ്ടാക്കുന്നത് മാത്രം ശരിയല്ല എന്ന് പറയുന്നു. അപ്പം ഇതുപോലെ തന്നെയാണ് ഇൻകൺവീനിയൻസും കൺവീനിയൻസും എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ പോസിറ്റീവായിട്ട് കാണുന്നത് ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒരു കൺവീനിയൻസ് ആയിട്ട് മാറും. താങ്ക് യു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.